എന്താ ഇത്? മൊത്തം സീനാണല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? കൊട്ടാരത്തിലെ ബഹളമൊക്കെ കേട്ട് എലിശപ്പച്ചൻ ചോദിച്ചു. എന്ത് പറയാനാ, അരാൻ രാജാവ് ഒരു നീണ്ട കട്ടും കൊടുത്ത് ഒരുത്തനെ പറഞ്ഞയച്ചിരിക്കുന്നു. അയാളുടെ കുഷ്ഠമാറ്റം അത്രേ. ഞാനെന്താ ദൈവമോ? ഇത്രയൊക്കെ ഉപദേശിച്ചിട്ടും അവർക്ക് സമാധാനമായിട്ടില്ലെന്നാ തോന്നുന്നേ. ഇത് ചുമ്മാടി ഉണ്ടാക്കാനുള്ള പുറപ്പാട് തന്നെയാ. സർ രാജാവ് കരഞ്ഞുകൊണ്ട് വസ്ത്രം കീറി. ഒന്ന് സമാധാനപ്പെട്ട് പ്രഭു, ഒരു കാര്യം ചെയ്യാ, ആ പുള്ളി എന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ എലിശപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന കുതിരയും രഥവും സമ്മാനം ഒക്കെ ആയിട്ട് എലിശപ്പച്ചന്റെ വീട്ടിട്ട് വിട്ടു. ഒരു ചേട്ടൻ ഓടി വന്ന് എലിശപ്പച്ചനോട് കാര്യം പറഞ്ഞു. എലിശപ്പച്ചൻ കൂളായി പറഞ്ഞു, രോദാനി പോയി 7 പ്രാവശ്യം മുങ്ങാൻ. അത് കേട്ട് നയമാൻ ആക്രോശിച്ചു. ഇത്രയും നിന്നിട്ട് ഒന്ന് നോക്ക പോലും ചെയ്യാതെ ആ കലക്കൊള്ളത്തിൽ പോയി മുങ്ങാൻ. ഞങ്ങളുടെ നാട്ടിൽ വെള്ളം ഇല്ലാത്ത പോലെ. എന്തായാലും വന്നല്ലേ, ഒന്ന് മുങ്ങിയാലോ. നയമാൻ എലീശ പറഞ്ഞതുപോലെ യോർദാനിൽ പോയി മുങ്ങാൻ തുടങ്ങി. 1, 2, 3, 4, 5 5 പ്രാവശ്യം മുങ്ങിയിട്ട് തന്റെ ദേഹം നോക്കിയപ്പോ ഒരു മാറ്റവും ഇല്ല. 6, 7 പ്രാവശ്യം മുങ്ങിയിട്ട് തന്റെ ദേഹം നോക്കിയപ്പോ തന്റെ കുഷ്ഠമൊക്കെ മാറി ദേഹം സോഫ്റ്റ് ആവാൻ തുടങ്ങി. നയമാൻ സന്തോഷത്തോടെ തുള്ളിച്ചാട്ടാൻ കൊണ്ടുവന്ന് സമ്മാനമൊക്കെ എലിശപ്പച്ചന് കൊടുത്തു. പക്ഷെ എലിശപ്പച്ചൻ ഒരു സമ്മാനവും വാങ്ങിയില്ല. ലോകം മാറിയ നയമാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. പ്രിയ ചേട്ടന്മാരെ, ചേച്ചിമാരെ, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കണോട്ടോ. അന്ന് ദൈവം നമ്മെ കരുതൂട്ടോ. ദൈവം നാം മാറ്റപ്പെടുമാറാം. Little gospel, gotta come and sing along. Sharing God's good news in an every song. Little Gospel Garden.